ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം എന്നുള്ള അവസ്ഥയിൽ നിന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധം കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ 25 രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ആ റാങ്കിന് വീണ്ടും വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ പോയാണ്. അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓരോ വർഷത്തെ റിപ്പോർട്ടുകൾ വരുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അതൊരിക്കലും നല്ലൊരു ബഹുമതി അല്ല. കാര്യം നമ്മളുടെ ഇവിടുത്തെ ടെക്നോളജി ഒന്നും നല്ലതല്ലെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല എൻ്റെ കാരണം, ഇന്ത്യയിൽ ഏറ്റവും തന്ത്രപരമായിട്ടുള്ള മേഖലയാണ് ഡിഫൻസ്, പ്രതിരോധം, അതുപോലെ തന്നെ സ്പേസ്, ബഹിരാകാശം. അതുകൊണ്ട് ഈ രണ്ട് മേഖലയിലും പ്രൈവറ്റൈസേഷൻ, അതായത് സ്വകാര്യ മേഖലയുടെ ഇൻവോൾവ്മെന്റ് അനുവദിച്ചിരുന്നില്ല. പക്ഷേ അത് വലിയ തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെടുകയാണ്. കാരണം നമുക്കറിയാം, സ്പേസ് എക്സ് പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് ടെക്നോളജി കമ്പനി ഇപ്പൊ നാസക്കാലും വലുതായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്പേസ് എക്സ്, എലോൺ മസ്കിന്റെ. അവിടെ പ്രൈവറ്റൈസേഷൻ ഉള്ളത് കൊണ്ടാണ് സ്പേസ് എക്സ് വളർന്നത്. അതുപോലെ അമേരിക്കയിൽ ലോക്ഹീഡ് മാർട്ടിൻ പോലുള്ള കമ്പനികൾ F-16 പോലുള്ള പ്ലെയിനുകൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രൈവറ്റ് കമ്പനിയാണ് ലോക്ഹീഡ് മാർട്ടിൻ. അവിടെ പ്രൈവറ്റൈസേഷൻ അലൗഡ് ആണ്. അങ്ങനെ പ്രൈവറ്റൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡെവലപ്പ് ആവുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റ് പ്രതിരോധ മേഖലയിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു. ഇപ്പോൾ ബഹിരാകാശ മേഖലയിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ രണ്ട് മേഖലയിൽ പുതിയ പുതിയ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരികയാണ്. നമ്മളുടെ പ്രതിരോധ മേഖലയിൽ പല ആയുധങ്ങളൊന്നും നിർമ്മിക്കുന്ന L&T, അദാനി ഡിഫൻസ്, ബാബ കല്യാണി എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്മാൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ കല്യാണി ഡിഫൻസ് സിസ്റ്റം, ഇങ്ങനെയൊക്കെ കുറെ കമ്പനികളാണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പ് 600 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ട് മാത്രമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ 2024 ആയപ്പോഴത്തേക്ക് അത് 23,000-നും 24,000-നും കോടിക്കിടയിലായി മാറിയിരിക്കുകയാണ്. 2029 കൂടി ലോകത്ത് 50,000 കോടി ഡിഫൻസ് എക്സ്പോർട്ട് ചെയ്ത രാജ്യമായിട്ട് ഇന്ത്യ മാറുമെന്നും ഉറപ്പിക്കുകയാണ് ഗവൺമെന്റും മറ്റ് ഈ മേഖലയിലെ വിദഗ്ധരും എല്ലാം. അപ്പൊ ഇത് ഈ പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നങ്ങളോട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുകയാണ് ലോകത്ത്. ആകാശ് മിസൈലിനും അതുപോലെ തന്നെ നമ്മുടെ പിനാക എന്ന് പറയുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റത്തിനും പിന്നെ നമ്മൾ ആർട്ടിലറി ഗൺസ് വിൽക്കുന്നുണ്ട്, അമ്യൂണിഷൻസ് വിൽക്കുന്നുണ്ട്. ഇപ്പൊ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇന്ത്യയുടെ ഈ പ്രതിരോധ മേഖലയിലെ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പ്രൈവറ്റൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖലയിലെല്ലാം വളരാൻ കഴിയൂ. നമുക്ക് ഒരുപാട് സ്പേസ് സ്റ്റാർട്ടപ്പുകൾ ഇപ്പൊ സാറ്റലൈറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി, ഈവൻ ലോഞ്ച് വെഹിക്കിൾസ് പോലും നിർമ്മിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാ മേഖലയിലും പ്രൈവറ്റൈസേഷൻ വരണം, എന്നാൽ മാത്രമേ വളർച്ച ഉണ്ടാവൂ.